ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ലക്ഷ്യമിട്ട് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ കുറ്റവാളി പിടിയിലായിരിക്കുന്നു. സംസ്ഥാനത്താകെ 42 കേസുകളിൽ പ്രതിയായ ഷിബു എസ് നായരാണ് പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് നിന്ന് വാകത്താനം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇതിന് മൊത്തം പബ്ലിസിറ്റി ആക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പത്രക്കാരൻ ഉപയോഗിച്ച് പറയണത് വാകത്താനം പോലീസ് സ്റ്റേഷൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നുവരെ ആക്രോശിച്ചുകൊണ്ടാണ് പ്രതി അക്രമം നടത്തുന്നത്. ഏതായാലും 42 കേസുകളാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഈ ഷിബു എസ് നായർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പല കേസുകളിലും ജയിലിൽ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് വാകത്താനത്തെ ഇന്ദിരാനഗറിൽ ഒരു വീട്ടിലെത്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വയോധികയെ കബളിപ്പിച്ച് അവരുടെ സ്വർണ്ണമാല കവർന്നുകൊണ്ട് പോയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാകത്താനം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാഞ്ഞിരംകുളത്തെ ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലേക്ക് പോലീസുകാർ എത്തുന്ന സമയത്തും ഇയാൾ വലിയ തോതിൽ അക്രമാസക്തനാകുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇയാളുടെ കയ്യിൽ മാരകായുധങ്ങൾ അടക്കമുണ്ട്. അതായത് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക തരം കത്തി ഇയാളുടെ കയ്യിലുണ്ട്. ആ കത്തി വീശി പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വഴി ചോദിക്കാൻ എന്ന വ്യാജേന വാഹനങ്ങളിലെത്തി മാല പൊട്ടിക്കുക, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വീട്ടിലെത്തി ആക്രമിക്കുക, ചില സ്ഥലങ്ങളിൽ പള്ളിയിലച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി തട്ടിപ്പ് നടത്തുക. അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ട്